എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഈ പെട്ടിയൊക്കെ ഈ ചുമന്നുകൊണ്ട് എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. ഞാനും അനൂപും അമ്മയ്ക്കുട്ടനും കൂടെ. എന്താ സ്പെഷ്യൽ? എൻ്റെ ബർത്ത്ഡേയുടെ ഒരു സ്പെഷ്യൽ ട്രിപ്പാണ് കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ചാൽ ന്യൂയോർക്കിലേക്കാണ്. 9 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് ന്യൂയോർക്ക് അല്ല പോകുന്നത്, ഈസ്റ്റ് കോസ്റ്റ് കുറേ ഭാഗം കവർ ചെയ്യാമെന്ന് വിചാരിച്ച് പോവുക. അപ്പോൾ ഇന്നാണ് അമ്മയ്ക്കുട്ടൻ്റെ 3rd ഗ്രേഡ് ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ഇനി വെക്കേഷനാണ് അങ്ങോട്ട്. അമ്മയ്ക്കുട്ടന് ഒരു റൺ ക്ലബിൽ നിന്ന് ഒരു മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഇന്നാണ് കിട്ടുന്നത്. നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇന്ന് ഞാൻ തലേദിവസം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഇന്നും കൂടെയൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഒരു 6:45 ആകുമ്പോഴാണ് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നത്. സീടാക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഫ്ലൈറ്റ്. ഡെൽറ്റ എയർലൈൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 4.5 മണിക്കൂറാണ് നമുക്ക് വാഷിങ്ടൺ DC-ലോട്ടാണ് ആദ്യം പോകുന്നത്. വാഷിങ്ടൺ DC-യിൽ കുറച്ച് ഭാഗമൊക്കെ കവർ ചെയ്ത് 9 ദിവസം അങ്ങനെ വെൽ പ്ലാൻ ചെയ്തൊക്കെയാണ് അനൂപ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാഷിങ്ടൺ DC, വൈറ്റ് ഹൗസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനാണ് ആദ്യം വാഷിങ്ടൺ DC പോകുന്നത്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ന്യൂയോർക്കേ പോവുള്ളൂ. എല്ലാം കുറച്ച് നമുക്ക് ഡ്രൈവ് ചെയ്താണ് ന്യൂയോർക്ക് പോകുന്നത്. പിന്നെ നയാഗ്ര ഫോൾസ് ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ടി വരും. അപ്പോൾ സിയാറ്റലിൽ പോയി നമ്മൾ പെട്ടെന്ന് ചെക്കിനൊക്കെ ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ ബർഗറൊക്കെ വാങ്ങിച്ച് കഴിച്ച് അപ്പം തന്നെ നമ്മൾക്ക് ബോർഡിങ് തുടങ്ങി. അതിൻ്റെ അകത്ത് കയറി. പിന്നെ ഞങ്ങൾ കാറ് അവിടെ എയർപോർട്ടിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടിയിലാണ് കേട്ടോ എയർപോർട്ടിൽ പോകുന്നത്. അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എടുത്തുള്ളൂ. പിന്നെ ബോർഡിങ് തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ ബോർഡിങ് തുടങ്ങി, ഫ്ലൈറ്റിൽ കയറി. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ കുറച്ചൊരു പേടിയുണ്ട്. കുറച്ചല്ല, നല്ല പേടിയുണ്ട്. കാര്യം നമ്മുടെ ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് പിന്നെ എന്തോ വല്ലാത്തൊരു പേടി. ഇത് കാണുന്നത് നിങ്ങൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞുള്ള ആഫ്റ്റർ എഫക്റ്റാണ്. ജാക്കറ്റ്, അതായത് ഷ്രഗാണ്, എന്നിട്ട് പോലും ഊരേണ്ടി വന്നു. പിന്നെ ഷൂസ് എല്ലാം ഉടുതുണി എന്നൊക്കെ പറയുന്ന പോലെ മത്തായി ചേട്ടാ ഉടുതുണി അതെല്ലാം ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ കഴിച്ച് കയറി. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റിൽ അതൊരു സീൻ തന്നെയായിരുന്നു. കുറച്ച് ടർബുലൻസ് ഒക്കെ വരുമ്പോഴും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും പേടി എന്ന് പറയുന്ന സംഭവം കൂടെ ഉള്ളതുകൊണ്ട് അത് പേടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫ്ലൈറ്റിൽ 4.5 മണിക്കൂർ ഞാൻ അധികം TV അങ്ങനെ കാണാറില്ല. ഫ്ലൈറ്റിൽ കയറിയ അമ്മയെക്കുട്ടൻ കുറച്ച് കാർട്ടൂണൊക്കെ കണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഉറങ്ങി. കാര്യം ടൈമും ഡിഫറൻസ് ഉണ്ട്. അവിടെ ഇവിടെയും തമ്മിൽ 3 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പം 4.5 മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്തി. വാഷിങ്ടൺ DC എയർപോർട്ടിലെത്തി. നമ്മൾ റെൻ്റ് കാർ എടുക്കുന്നുണ്ട്. റെൻ്റ് കാർ എടുത്തത് നല്ല സൂപ്പർ റെൻ്റ് കാറായിരുന്നു. പഞ്ചറായിരുന്നു. അത് പോസിറ്റീവ് പറയുമ്പോൾ നെഗറ്റീവ് പറയണമല്ലോ. അപ്പോൾ പഞ്ചർ കാറൊക്കെ പിന്നെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടൊക്കെയാണ് അനൂപ് കൊണ്ടുവന്നത് കറക്റ്റ് ചെയ്ത്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.